ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം കഴിക്കാനായിട്ട്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പായസം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു രണ്ടാം പാൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ഞാനിതുപോലെ ഹോൾസാക്കി എടുത്തിട്ടുള്ള ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ബോൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചെറിയ ജീരകം അതുപോലെ തന്നെ ഏലക്കയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് ഞാൻ ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ കട്ടിയായിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ബോൾസ് ആക്കാൻ മാത്രമാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.